നല്ല രസമുണ്ടല്ലോ അമ്മ. എനിക്കൊരു സ്റ്റിക്ക് വാങ്ങിച്ചേരണേ പ്ലീസ്. ഒരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റിലാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും കണ്ട ഒരു അടിപൊളി സ്പോട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ പറഞ്ഞ അടിപൊളി സ്പോട്ടാണ് സീ ബേ റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം റൂട്ടിലാണ്. ആക്ച്വലി നമ്മളിത് ഒരു ഹോസ്പിറ്റൽ, അതായത് അമൃതയിലോട്ട് ഞങ്ങൾ പോകുന്ന ആ ഒരു വഴിയിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കയറിയ ഒരു കിടിലൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ അത്. അപ്പം ഈ ഒരു കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടി കയറുമായിരുന്നു ഞാൻ. ആക്ച്വലി ചെറിയൊരു ഇതെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അകത്തോട്ട് പോകുമ്പോഴാണ് നിങ്ങളീ കാണാൻ പോകുന്നത് പോലെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. കണ്ടു നോക്കൂ. ശരിക്കും ഫാമിലി ആയിട്ടും അല്ലാതെയും കപ്പിൾസായിട്ടും നമുക്ക് കുട്ടികളും എല്ലാവരും കൂടെയൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ഇതൊരു 4 കെട്ട് പോലെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ 4 കെട്ട് പോലെയല്ല, 4 കെട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗം സെൻട്രലായിട്ട് ഒരു കുളം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് താമരയുടെ ഇലയൊക്കെ വന്നിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മാത്രവുമല്ല അതിനകത്ത് നമ്മുടെ ഈ ആഫ്രിക്കൻ മൂഷി പോലത്തെ ചില മീനും അതിലിട്ട് അവർ വളർത്തുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തെളിഞ്ഞ് കിടക്കുന്ന, വളരെ ശുദ്ധിയായിട്ടുള്ള തെളിഞ്ഞ് കിടക്കുന്ന ആ വെള്ളത്തിൽ ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്നത്, അതായത് ഫിഷ് ഇഴഞ്ഞു പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയിൽ ആ ചെടികൾ എല്ലാം കൂടെ ആയപ്പം ഭംഗി കൂടി. മാത്രവുമല്ല നമുക്ക് അവരുടെ ആ ഒരു 4 സൈഡും നല്ല ചിത്രങ്ങളൊക്കെ, വാൾ ചിത്രങ്ങളൊക്കെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. കഥകളി, പിന്നെ അതുപോലത്തെ കുറേ ഈ നമ്മുടെ പഴയ ഇതിനെ ഓർമ്മിക്കുന്ന കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ, വാൾ ചിത്രങ്ങളൊക്കെ, വാൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ വരച്ചിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പെയിൻറ്റിങ്ങൊക്കെ ആരാ വരച്ചതെന്നുള്ളതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം എന്നുള്ളത് കാരണം അത് ചോദിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വരുന്നൊരു വ്യൂ ആണ് കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ വലിയൊരു മരമൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് സ്ഥലം കണ്ടപ്പോൾ ശരിക്കും കൗതുകം തോന്നി. ഞാൻ ഈ ബാക്ക് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തതാണ് കേട്ടോ. കണ്ടോ, ശരിക്കും പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു വീട്. ഇതിൻ്റെ ആംബിയൻസൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ, അത് മാത്രമല്ല നമ്മൾ ഫുഡും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫുഡും വരുന്നതിൻ്റെ ഇടയിൽ അവർക്ക് കുറച്ച് കോൾസൊക്കെ വന്നിട്ട് അബി അത് അറ്റൻഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയ ഇതായിട്ട് തോന്നില്ല, പക്ഷെ ഉള്ളിലോട്ട് വരുമ്പോൾ അടിപൊളിയാണ്. മസാല ദോശ, ചായ, ബോയിൽഡ് എഗ് പോരെ. മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കാണുമ്പം നമുക്കൊരു ചെറിയ ഇതുപോലെ തോന്നും, പക്ഷേ ഉള്ളിലോട്ട് കയറി കഴിയുമ്പം അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇവരുടെ വാഷ്റൂം സെറ്റപ്പ് ഇത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്
ഇത് നമ്മുടെ ഹട്ടക്കല്ലേ, ഷാപ്പ് പോലത്തെ അതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഇതാ, ഇത് കണ്ടോ, നമ്മുടെ ഫുഡ് റെഡിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നല്ല അടിപൊളി കാറ്റ് വരുന്നുണ്ട്. വീഡിയോ ഇല്ലേ, അത് കയറി എന്തുകൊണ്ടെന്നറിയോ? അത് ഓൺ സ്പോട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അതിനകത്ത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആംബിയൻസ് ഒക്കെ ഏകദേശം നിങ്ങളെ ഞങ്ങൾ കാണിച്ചു. ഇനി നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അബി ചേട്ടൻ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, മസാല ദോശ. ഞാനും മസാല ദോശ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഗ് കറി സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡെയിലി 1 എഗ്ഗ് വെച്ച് എടുക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു ബേസിസിൽ അബിക്കും അതേ മെനു തന്നെ ഞാൻ കൊടുത്തു. അപ്പം ആ 2 മസാല ദോശയും എക്സ്ട്രാ 2 എഗ്ഗും കൂടി ഇട്ട് എഗ് കറി. സാധാരണ എഗ് കറിയിൽ നമുക്ക് ഒരു മുട്ടയൊക്കെ കാണുള്ളൂ. ചില കടകളിൽ കൂടുതൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ ഇട്ട് തരും. അപ്പോൾ അതുപോലെയാണ് ഞങ്ങൾ ഇവിടുന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല കിടിലം നല്ല കടുപ്പത്തിൽ 2 ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എന്താണ്, പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടേക്ക് അവേ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇനിയും യാത്ര ചെയ്ത് അമൃതയിലോട്ട് എത്താൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അത് കാരണം ഇടയ്ക്കൊരു റീഫ്രഷിങ് ഡ്രിങ്ക് പാർസൽ ചെയ്തെടുത്തു. അപ്പോൾ അതങ്ങനെ. പിന്നെ ഞങ്ങളുടെ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട. നല്ല അടിപൊളി മുറാന്നിരിക്കുന്ന മസാല ദോശ. മസാല ദോശ ഒന്ന് പൊട്ടിച്ചെടുത്ത് ആ മസാലയിലൊന്ന് ഡിപ്പ് ചെയ്ത് സാമ്പാർ, ചട്നി. പൊളി. അതിൻ്റെ കൂടെ ചായ വന്ന് ചൂട് ചായ വന്നു. എന്തോന്നു അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ട് അതാ നമ്മൾ വയറൊക്കെ വീർപ്പിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നേരത്തെ പറഞ്ഞു ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ജാൻസി സൈനിങ് ഓഫ്.